ഹായ് ഫ്രണ്ട്സ്, ആദിഷ വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒക്ടോബർ 2-ാം തീയതി വ്യാഴാഴ്ചയായിരുന്നു വിഴിഞ്ഞം മുഹന്ദീൻ പള്ളിയിൽ ഉറൂസിൻ്റെ ലാസ്റ്റ് ദിവസം. ഈ വർഷത്തെ ഉറൂസിൻ്റെ ലാസ്റ്റ് ദിവസം. അതിന് ചന്ദനക്കുടം എന്നാണ് പറയുന്നത്. കാണുവാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഉറൂസിനൊക്കെ ആയാലും ഉത്സവത്തിനൊക്കെ ആയാലും ഒരു പ്രത്യേകത കാണൂലേ. ഞങ്ങളുടെ ഈ ഉറൂസിനെ കുറിച്ച് പറയാം. ഉറൂസിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അതുവരെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാവുന്ന ആൾക്കാരെയും നമ്മുടെ തൊട്ട അയൽവാസികളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, കല്യാണം കഴിച്ച് വിട്ട പെൺകുട്ടികളാകട്ടെ, അവരെല്ലാവരും വരുന്നതാണ് ഈ ഉറൂസിൻ്റെ അന്ന്. എല്ലാവരും വരും. ദൂരെയുള്ള ബന്ധുക്കളാകട്ടെ, ഫ്രണ്ട്സ് ആകട്ടെ, ജാതി മത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അപ്പം നമുക്ക് ഈ ഉറൂസിന് അവരെ എല്ലാവരെയും കാണാൻ പറ്റും. അവരടുത്ത് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ജസ്റ്റ് ഫോൺ കോൾ വിളിച്ച് ഒരു ഹായ് അല്ലെങ്കിൽ ഒരു ഹലോ ജസ്റ്റ് സംസാരിക്കും പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ അവിടെ കഴിക്കുവാനുണ്ടായിരുന്നു. ഐസ്ക്രീം ആകട്ടെ, പഴംപൊരി, ബീഫ്. ഞാൻ മുന്നത്തെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പഴംപൊരി, ബീഫ്, പാനിപ്പൂരി, ബേലിപ്പൂരി എന്ന് പറയേണ്ട ഒരുപാട്, കോളിഫ്ലവർ പൊരിച്ചത്, പൊട്ടറ്റോ, അങ്ങനെ ഭക്ഷണമെല്ലാം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ കുട്ടികൾ കളിക്കാനുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു, കാർണിവൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വള്ളം പോലെ ഇങ്ങനെ വള്ളത്തിൽ കയറി ഇരുന്ന് അത് പോകുമ്പോൾ പൊങ്ങിയും താന്നും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ മരണക്കിണറുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പറയേണ്ട, അതിനെക്കുറിച്ച് ഇന്നതാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഒരുപാട് കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിരുന്നു. ഒന്നിൽ തന്നെ ഒരാൾക്ക് തന്നെ 100 രൂപയാണെന്ന് തോന്നുന്നു. ഞാൻ കാർണിവലിൽ മാത്രമേ, ഈ കറങ്ങുന്ന അതിൽ മാത്രമേ കുട്ടികളെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലൊരാൾക്ക് 100 രൂപയാണ്. മറ്റൊന്നിലും ഞാൻ അധികം അങ്ങനെ കയറ്റിയിട്ടുണ്ടായില്ല. കാരണം കയറണമെങ്കിൽ എന്നെ കൂടെ കയറാൻ പറ്റും. അവർ തനിച്ച് കയറില്ല. എനിക്കിതിലേക്ക് കയറാൻ കുറച്ച് പേടിയെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ ഹൈയിൽ പോയി നിൽക്കുമ്പോഴേക്കും താഴോട്ട് നോക്കുമ്പോൾ മൊത്തത്തിലൊന്ന് തല കറങ്ങും. അതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലൊന്നിൽ മാത്രമേ വേറെ എൻ്റെ റിലേറ്റീവിൻ്റെ ഒരു കുട്ടിയോട് ഉണ്ടായിരുന്നു. ആ കുട്ടിയും കൂടെ ചേർത്ത് 3 പേരായിട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതാ കണ്ടില്ലേ, ഈ സാധനങ്ങളൊക്കെ, ഈ ഐറ്റങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് കളിക്കാനായിട്ട്. ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ മരണക്കിണർ അതും ഞാൻ കഴിഞ്ഞ ഉറൂസിന് മരണക്കിണറുണ്ടായിരുന്നു. ആ കഴിഞ്ഞ ഉറൂസിന് കയറി കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വേണ്ടതാ, ഇത് ഇങ്ങനെ ബോൾ ഉരുട്ടിയിട്ട് കൊടുത്ത് ആ പറയുന്ന നമ്പറിലോട്ട് പോയി വീഴും. ലാസ്റ്റ് അവർക്ക് ഒരു 50 രൂപ, 80, 30, 60 അങ്ങനെ അവർക്ക് അവിടെ ആ സാധനത്തിൻ്റെ വില ഉണ്ട്. 20, 40 അവിടെ കൊടുത്തിരിക്കുന്ന ആ വിലക്കുള്ളതിൽ ആ കറക്റ്റായിട്ട് ആ ബോൾ പോയി വീണ് കഴിഞ്ഞാൽ ആ വിലക്കുള്ള സാധനം നമുക്ക് കിട്ടും. പക്ഷേ ഇത് കളിക്കാൻ പൈസ കൊടുക്കണം. ഇത് കളിക്കാൻ 50 രൂപ കൊടുക്കണം. അതിലേക്ക് ഞാൻ എൻ്റെ 2 കുട്ടികളെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് 18 കിട്ടിയത്. ഈ 18 അല്ലാതെ 20 കിട്ടിയിരുന്നെങ്കിലും അവിടെ ഇരിക്കുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുമായിരുന്നു. ഇത് ഫാമിലി ഗെയിമാണ് ഇതിന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും കളിക്കാം. ഇത് സംഭവം സൂപ്പറായിട്ടോ കേട്ടോ. ഈ കാർണിവൽ ഞാൻ ഒറ്റ പ്രാവശ്യം മുന്നത്തെ ഉറൂസിന് ഞാൻ കയറിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം അവസാനം കൊണ്ടുപോയിട്ട് ഇറങ്ങാറായപ്പോൾ അങ്ങ് ഹൈയിലാണ് പോയി നിന്നത്. ഹൈയിൽ നിന്നിട്ട് ഞാൻ ചുറ്റും നോക്കട്ടെ, വിഴിഞ്ഞ ഹാർബർ മൊത്തം കാണാം. അത്രയ്ക്കൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കുട്ടികളൊക്കെ കിടന്ന് കീറി വിളിക്കുന്നുണ്ടായിരുന്നു. ഈ നമ്മുടെ അവിടുത്തെ ആ ഒരു പാട്ടിൻ്റെയും ഇതിൻ്റെയും ബഹളത്തിലൊന്നും ആ കുട്ടികളുടെ വിളി പുറത്തു പോലും കേൾക്കാൻ പാടില്ല. അത്രയ്ക്ക് നല്ല കീറി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മരണക്കിണറുണ്ട്. മരണക്കിണറിൻ്റെ ആ ഫ്രണ്ടിലിരുന്ന ഒരു വയസ്സായ ഒരാളാണ് അവിടെ കാണുന്നില്ലേ, അവരാണ് ഓരോരുത്തരെയും പേര് വിളിച്ച് അവരെ ഒന്ന് ആകർഷകമായിട്ട് അവർ സംസാരം കൊണ്ട് ആകർഷിച്ച് അവരിലോട്ട് വിളിപ്പിച്ച് വരുത്തില്ലേ. അതുപോലെയാണ് അവർ ചുമ്മാ ഓരോരുത്തരുടെ പേര് വിളിച്ച് ഇങ്ങനെ അങ്ങനെ ഒരു രസകരമായ സംസാര രീതിയിലൂടെ അവർ ആ മരണക്കിണർ അതിനകത്തോട്ട് കാണാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുലുക്കി സർബത്തുണ്ട്. നന്നായിട്ട് മിൽക്ക് ഷേക്ക്, കുലുക്കി സർബത്ത് എന്ന് പറയേണ്ട ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കുലുക്കി സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പഴംപൊരി ബീഫിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പഴംപൊരി ബീഫും അധികം ഇഷ്ടപ്പെട്ടില്ല, കഴിച്ചതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പഴംപൊരി ബീഫും കഴിക്കുന്നത്. ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കാരണം എനിക്കാണ് ഇഷ്ടപ്പെടാതെ. എനിക്ക് ആ പഴംപൊരിയുടെയും ബീഫിൻ്റെയും ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ അത് കഴിക്കുവാൻ വേണ്ടി ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. ഒത്തിരി പേര് കഴിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു ബീഫ് വേണ്ട, പഴംപൊരി മതി. ഇത് പുറത്ത് ഞങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾ കഴിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഇതിപ്പം ഞങ്ങൾ ഈ ഒരു ബീഫ് എടുത്തിട്ടില്ലായിരുന്നു. ചായയും പഴംപൊരി മാത്രമാണ് കഴിച്ചിട്ടുണ്ട്. പഴംപൊരി നല്ല ചൂടോടെ, പഴംപൊരി സൂപ്പറായിരുന്നു. നല്ല ചൂടോടെ, നല്ല ഫ്രഷ്, എന്താ പറയുക, അധികം പഴുക്കാത്ത, ഈ ബീഫിന് എനിക്ക് തോന്നുന്നു അധികം പഴുക്കാത്ത പഴമാണ് ടേസ്റ്റാണെന്ന് തോന്നുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നതിൽ ബീഫല്ല, പഴംപൊരി കുറച്ച് മധുരം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കറക്റ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു പഴംപൊരി ആയിരുന്നു. ഞാൻ 2 പഴംപൊരി 1 ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ എത്ര നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വിശപ്പിന് ആഹാരം കഴിപ്പിച്ചാണ് കൊണ്ടുപോയത്. ഇപ്പോൾ ഞാനും ആകട്ടെ ആഹാരം കഴിച്ചാണ് കൊണ്ടുപോയത്, കഴിച്ചിട്ടാണ് പോയത്. പക്ഷേ എങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ഈ അല്ലറ ചില്ലറ സാധനങ്ങൾ കണ്ടിരുമ്പോൾ കൺട്രോൾ പോകും. പിന്നെ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ കഴിക്കുന്നൊരു സാധനമുണ്ട്, ഈ പുളിമുട്ടായി. ഈ പുളിമുട്ടായി ഞങ്ങൾ പണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി വെച്ചുകൊണ്ടിരുന്ന് എനിക്ക് വന്നൊക്കെ ₹1 50 പൈസ, ഒരു 50 പൈസ, ₹1 ₹2. 50 പൈസ അല്ല, ₹1 ₹2 സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയം കണ്ടിട്ട് കൊതിയോടെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളതാണ് ഈ പുളിമുട്ടായി, കാരയ്ക്ക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പം അതൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ തന്നെയാണ്. അപ്പോൾ ആ പുളിമുട്ടായി അവിടെ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കാണിക്കുന്നത് ഹാർബറാണ്, മറ്റേ സീ പോർട്ടാണ് ഈ കാണിക്കുന്നത്. പക്ഷെ നല്ല വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. നല്ല ഭംഗിയുണ്ട്, ചുറ്റിനും അലങ്കരിച്ച്. ഇനി അടുത്ത വർഷം ഈ ഒരു ദിവസത്തിന്, ഈ റോസിന് വേണ്ടി നമ്മളിനി അടുത്ത വർഷം കാത്തിരിക്കണം. ഈ റോസ് തുടക്കത്തിൽ ഈ കൊടിയേറുന്നത് മുതൽ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണ്. ഈ ചന്ദനക്കുടം വരെയും കണ്ടില്ലേ, ഇതാ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട പൈനാപ്പിൾ, ഉപ്പിലിട്ട ലവലോലിക്ക എന്ന് വേണ്ട ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇവിടെ. പിന്നെ കട്ടൻ ചായ, അതെല്ലാം അപ്പുറത്തെ സൈഡാണ്. ഇത് പാനിപ്പൂരി. ഓരോരുത്തരും ഓരോ സൈഡിലായിട്ട് പിന്നെ കസേരയിട്ട് കഴിക്കാൻ വേണ്ടി കസേര ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളല്ലേ, ഞാൻ ഏകദേശം കുറച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ കഴിച്ചതാണ്. ഈ പുളിമുട്ടായി, പിന്നെ പൈനാപ്പിൾ, ഉപ്പിലിട്ട പൈനാപ്പിൾ. പിന്നെ കുട്ടികൾക്കും അവർക്കും ഒരുപാട് ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങളുടെ കുറേ പേര്, ഞങ്ങളുടെ റിലേറ്റീവ് എല്ലാം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ വാങ്ങിക്കും, പിന്നെ എല്ലാവരും ഒരുമിച്ച് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ വെളുക്കുന്നത് വരെ ഇരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളുക്കുന്നത് വരെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ ഇത് പള്ളിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വരണം, മുമ്പിലോട്ട് വരണം. വീണ്ടും പള്ളിയുടെ അടുത്ത് പോയി ഇരിക്കാമെന്ന് പറഞ്ഞ് പള്ളിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ പോയി പള്ളിയുടെ പിറകിൽ ആ കടലിൻ്റെ സൈഡിൽ അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിപ്പുണ്ട്. പള്ളി കാണാനോ എന്ത് ഭംഗിയാ, എന്ത് ഇതിലാ, മാഷാ അല്ലാ, എന്ത് ഇതിലാ ഒരുക്കിയിരിക്കുന്നത്, പറയേ വേണ്ട, കാണാൻ എന്ത് ഭംഗിയാ. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ ഇവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ കൊടിയൊക്കെ കൊണ്ട് ഇറങ്ങിയതിന് ശേഷം ലാസ്റ്റ് കൊടി കൊണ്ട് ഇറങ്ങും. അതിനൊക്കെ ശേഷം ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്.